ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് പാസ്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കുട്ടികൾക്ക് ഓഫീസിലേക്കും ലഞ്ച് ബോക്സിനും ഒക്കെ ആയിട്ട് നമുക്ക് സ്കൂളിലേക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളിയും ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണ് പാസ്തയുടെ റെസിപ്പി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാസ്ത ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കുകയില്ല. അപ്പം നമുക്കിന്ന് ഇതുപോലെ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഈ പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ വെള്ളം നന്നായിട്ട് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് 1/2 കിലോ പാസ്തയാണ്. നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ പാസ്ത നന്നായിട്ട് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാസ്ത നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്ട്രെയിനറിലോട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് മേലിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു പാന് സ്റ്റവിന്മേൽ വെക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ബട്ടറാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 സവോള അരിഞ്ഞു വെച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. 2 സവോള നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറുതായിട്ട് ഇതിന്റെ നിറം ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 2 നല്ല പഴുത്ത തക്കാളിയുടെ പേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ നല്ലൊരു കളർ വരും നമ്മുടെ പാസ്തയ്ക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ തന്നെ ട്രൈ ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൊമാറ്റോസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോസിൻ്റെ കൂടെ അത് നന്നായിട്ട് കുക്കായി വന്നോളും. അതിന് പച്ചമണമൊക്കെ മാറി കുക്കായി വന്നോടും. അപ്പം ഇനി നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഡ്രൈയും ആയിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് 1 സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അതൊരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ മയോണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവാകുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മയോണൈസിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ മയോണൈസ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും പാസ്തയ്ക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലാസൊക്കെ ഇപ്പോൾ നമ്മൾ ചേർത്ത് ഈ മസാലാസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് പാസ്തയുടെ റെസിപ്പി. നമുക്ക് സ്കൂളിലും രാവിലെ നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുത്താൽ വളരെ ഈസിയാണ്, കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് പാസ്ത ആയതുകൊണ്ട് അത് മെൽട്ട് ആയിക്കോളും. നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. മല്ലിയില നമുക്ക് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് മെൽട്ട് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ്സ് നമ്മളൊന്ന് ഇതുപോലെ വെച്ചാൽ മതി. ആ ബട്ടർ ഒന്ന് മെൽട്ടായി ഇതിലേക്ക് കറക്റ്റ് ഒന്ന് നന്നായി മിക്സായി വന്നോളും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചേക്കാം. അതിനുശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാസ്ത തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അതുപോലെ കണ്ടില്ലേ എത്ര എളുപ്പമാണ് നമ്മൾ തയ്യാറാക്കാനല്ലേ. അപ്പം നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും ഓഫീസിലേക്കും നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. താങ്ക്